പച്ചപ്പിന്റെയും കോടമഞ്ഞിന്റെയും കുളിരുള്ള ഒരു മായാലോകത്തേക്കാണ്. കേരളത്തിന്റെ പാലക്കാട് നിന്ന് തുടങ്ങി തമിഴ്നാടിന്റെ നീലഗിരി കുന്നുകളിലേക്ക്. ലക്ഷ്യം ഊട്ടിയിലെ ഒരു മറഞ്ഞിരിക്കുന്ന സൗന്ദര്യം. മേട്ടുപ്പാളയം പട്ടണം കടന്ന് മലകയറ്റം തുടങ്ങുന്നതോടെ തന്നെ ഒരുതരം മാന്ത്രികത നമ്മളെ പൊതിയും. ഇതാണ് സ്വപ്നതുല്യമായ നമ്മുടെ നീലഗിരി യാത്രയുടെ തുടക്കം. വളഞ്ഞുപുളഞ്ഞ റോഡുകളിലൂടെയുള്ള ഓരോ കയറ്റവും ഒരനുഭവമാണ്. റോഡിനിരുവശവും തഴച്ചു വളരുന്ന കാടുകൾക്കും തേയിലത്തോട്ടങ്ങൾക്കുമിടയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ യാത്രയ്ക്ക് ഒരു കുളിരേകും. വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം. പലയിടങ്ങളിലും വണ്ടി നിർത്തി ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണാം. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും. തണുത്ത കാറ്റും കോടമഞ്ഞും നമ്മളെ തഴുകി കടന്നു പോകുന്ന ആ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങ് ദൂരെ പരന്നു കിടക്കുന്ന സമതലങ്ങൾ, നീലഗിരിയുടെ മറ്റു കുന്നുകൾ, താഴെ കൊച്ചുകാറുകളായി തോന്നുന്ന വാഹനങ്ങൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ലോകം ഒരു ചെറുപതിപ്പ് പോലെ തോന്നും. പ്രകൃതിയുടെ ഈ വലിയ ക്യാൻവാസിൽ സൂര്യപ്രകാശവും മേഘങ്ങളും ചേർന്നൊരുക്കുന്ന വർണ്ണവിസ്മയങ്ങൾ കണ്ണിനൊരുത്സവമാണ്. കാഴ്ചകൾ ആസ്വദിച്ച് കുറച്ച് നിമിഷങ്ങൾ ശരിക്കും ജീവിതത്തിലെ തിരക്കുകൾ മറന്ന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ നിമിഷങ്ങളാണിത്. ഈ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ യാത്ര തുടർന്നു നമ്മുടെ പ്രധാന ലക്ഷ്യമായ ബക്കാസുരൻ മലയിലേക്ക്. റൂക്ക് ഫോർട്ട്. കൂനൂർ പട്ടണം പിന്നിട്ട് അധികമാരും അറിയാത്ത ഈ മലനിരകളിലേക്ക് ഒരു ഓഫ് റോഡ് അനുഭവം പോലെ ചെറിയൊരു ട്രെക്കിംഗ് കൂടിയുണ്ട്. വോയിസ് ടോൺ അഡ്വഞ്ചറസ് ആകണം. പച്ചപ്പുകൾക്കിടയിലൂടെ കോടമഞ്ഞ് മാറിമറിയുന്ന വഴിയിലൂടെയുള്ള ഈ കാൽനടയാത്ര ശരിക്കും ഒരു ത്രില്ലാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുകളിൽ കാത്തിരിക്കുന്നത് എന്ത് കാഴ്ചയാണെന്നറിയുമ്പോൾ ഓരോ ചുവടും ആവേശത്തിലാകും. മലയുടെ മുകളിലെ 360 ഡിഗ്രി വ്യൂ, ടിപ്പു സുൽത്താന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ, തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യം, ആളുകൾ കാഴ്ചകൾ ആസ്വദിക്കുന്നത്. അവസാനം ഏകദേശം 6000 അടി, ഏകദേശം 1800 മീറ്റർ ഉയരത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു.